നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 17-ാം ഭാഗം. രത്നാകർ ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ് ഉറങ്ങാറ്. അയാൾക്ക് തോന്നുമ്പോൾ ചണ്ഡികയുടെ അടുത്തേക്കോ കസ്തൂരിയുടെ അടുത്തേക്കോ ചെല്ലും. ചണ്ഡികയ്ക്ക് പ്രായം കൂടുന്നു. കസ്തൂരി ചെറുപ്പമൊക്കെ തന്നെ ആയിരുന്നാലും നർമ്മദയുടെ പോലെ വരില്ലല്ലോ. അവൾ പാടത്തെ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന പോലെയാണ്. കസ്തൂരിയുടെ അരികിൽ ഇരുന്നുകൊണ്ട് അയാൾ നർമ്മദ വയലിൽ ജോലി ചെയ്യുന്ന രംഗം ഓർത്തു. അവളുടെ ശരീരവടിവ്, ആ തടിച്ചുരുണ്ട ചുണ്ടുകൾ, പിന്നിക്കെട്ടിയ മുടിക്കെട്ട് ഓർക്കുമ്പോൾ തന്നെ അയാളിലേക്ക് ചെമ്പകപ്പൂങ്കാറ്റ് വീശുന്ന പോലെയുണ്ട്. ചെമ്പകത്തിന് ലഹരിമൂത്ത മദ്യഭ്രമത്തിൻ്റെ സുഗന്ധമുണ്ടെന്ന് തോന്നുന്നു. പിന്നെയും പിന്നെയും വലിച്ചടുപ്പിക്കുന്ന ഗന്ധമല്ലേ അത്. നർമ്മദ വിടർന്നു നിൽക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ചെമ്പകപ്പൂവാണ്. പുറത്ത് ചണ്ഡികയുടെ മനസ്സ് വിമ്മിഷ്ടപ്പെട്ടിരുന്നു. കസ്തൂരിയോട് ചണ്ഡികയ്ക്ക് ദേഷ്യമൊന്നുമില്ല. ആ മുറിയിലേക്ക് രത്നാകർ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ മുതൽ മനസ്സെന്തോ ഒരു തരം പിടച്ചിൽ. താനും ഒരു സ്ത്രീയല്ലേ, ആഗ്രഹങ്ങൾ തനിക്കുമുണ്ട്. ഈയിടെയായി ആഗ്രഹിക്കുന്നതൊന്നും കിട്ടുന്നുമില്ല. തന്നോട് മിണ്ടുന്നു, വേണ്ടുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ പരിഗണന ലഭിക്കാത്തതുപോലെയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ വൈകാരിക പരിഗണനകളിൽ നിന്നും നീക്കി നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ചെറുനോവിൻ്റെ കണ്ണീര് ചണ്ഡികയുടെ കൺപീലത്തഞ്ചിൽ പറ്റിപ്പിടിച്ചിരുന്നു. വരാന്തയിലെ കൈവരിയിൽ ചാരി നിന്ന ചണ്ഡിക കറുത്ത വാനം നോക്കി എന്തൊക്കെയോ ചിന്തിച്ചു തീർത്തു. പടികളിറങ്ങി പോകുന്ന രത്നാകറിൻ്റെ കാലച്ച കേട്ടപ്പോൾ ചണ്ഡിക കസ്തൂരിയുടെ മുറിയിലേക്ക് ചെന്നു. കസ്തൂരി വിരി ചെരിപ്പെടുത്തുകയാണ്. നേരെ നിവർത്തിയിട്ടിട്ടും നിവരാത്ത ചുളികകൾ ചണ്ഡികയെ അസ്വസ്ഥയാക്കി. ചണ്ഡികയ്ക്ക് മാത്രം മനസ്സിലാവുന്ന അപമാനത്തിൻ്റെ സ്വരങ്ങൾ ആ മുറിയിൽ കേൾക്കാനായി. ചണ്ഡികയെ കണ്ടപ്പോൾ കസ്തൂരിയുടെ മുഖം ലജ്ജാവഹമായി. അവൾ നേരെ നോക്കാൻ പ്രയാസപ്പെട്ടു. ഞാൻ കണ്ടു അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ, ചണ്ഡിക പറഞ്ഞു. കസ്തൂരിക്ക് ഒന്നും തിരിച്ചു പറയുവാനായില്ല. എന്താണ് പറയേണ്ടതെന്നും. പക്ഷേ ചണ്ഡികയേക്കാൾ താൻ താഴെയാണെന്ന ബോധ്യം അവളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തനിക്ക് ഒരമ്മയാവാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ലല്ലോ. ആ കാര്യത്തിൽ ചണ്ഡിക ഭാഗ്യവതിയാണ്. രത്നാകർ മൂന്നാമതൊരു വിവാഹം കഴിക്കുവാൻ പോകുന്നു എന്ന വാർത്തയിൽ തല പുകഞ്ഞു നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കസ്തൂരിയോടുള്ള അയാളുടെ സമീപനം. അപ്പോൾ കസ്തൂരി പെട്ടെന്ന് എല്ലാം മറന്നുപോയിരുന്നു. നാടുനീളെ പെണ്ണന്വേഷണം നടക്കുന്നുണ്ട് ചേച്ചി. കസ്തൂരി വിഷയം മാറ്റി വിഷമം മറച്ചു. അറിയാനുണ്ട്. അന്വേഷണം കഴിഞ്ഞ് പെണ്ണ് കിട്ടിയാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പരിഗണന പോലും ഇല്ലാണ്ടാവും. അതിന് നമ്മ എന്തെങ്കിലും ചെയ്യണം ചേച്ചി. എന്ത് ചെയ്യാൻ? നമ്മ വെറും കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെയാണിപ്പോൾ. അയാൾ ഇനിയും വിവാഹം കഴിച്ച ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാണ്ടാവും. പറയാനുണ്ടോ? ഈ കാണുന്നതൊന്നും ഇനി മറ്റൊരു പെണ്ണോ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞോ അനുഭവിക്കാൻ പാടില്ല, കസ്തൂരി ഉറപ്പിച്ചു പറഞ്ഞു. കൺമണി ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. ഡോക്ടറിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കുവാൻ നർമ്മദയുടെ അച്ഛന് കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കൺമണിയും അമ്മയെപ്പോലെ തന്നെ നടക്കാൻ കഴിയാതെ കിടന്ന് കിടപ്പിലായി പോകുമെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. നർമ്മദയുടെ അച്ഛന് ആകെയുള്ളത് ഒരു കൊച്ചു കുടിലാണ്. അത് വിറ്റാൽ ഓപ്പറേഷനുള്ള പണത്തിൻ്റെ 4/1 പോലും കിട്ടില്ല. വൈകിട്ട് കഴിക്കുവാനുള്ള ആഹാരവും കൊണ്ട് ക്ഷീണത്തോടെ നർമ്മദ വന്നു കയറിയപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് സഹതാപം തോന്നി. മക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. പഠിക്കേണ്ട പ്രായത്തിൽ അവൾ പാടത്തെ പണിക്കിറങ്ങി കലങ്ങൾ ഉണ്ടാക്കി കൂട്ടിവെച്ച് എളുപ്പുവാൻ ആരംഭിച്ചു. പ്രാരാബ്ദം ചെറുപ്പത്തിലെ തലയിൽ പേറിയ ജന്മം. തനിക്ക് വയസ്സായിപ്പോയി. രോഗവും പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചു. ഒന്നല്ല, ഇപ്പോൾ മകൾക്കും അതേ അസുഖം. ദൈവം കൈയൊഴികയാണെന്ന വ്യക്തമായ കാര്യം തന്നെ. അയാൾക്ക് ചുണ്ടുകൾ വിറച്ചു. ആ വിവരം ഒരച്ഛൻ എങ്ങനെയാണ് മകളോട് പറയുക? മകളുടെ വിവാഹം പിതാവിന് തീരുമാനിക്കാം, ചർച്ച ചെയ്യാം. ഈ വിവാഹം അങ്ങനെയുള്ള വകുപ്പിൽ പെടുത്താൻ കഴിയില്ലല്ലോ. ഇതൊരു വിൽപ്പന പോലെയാണ് തനിക്ക് തോന്നുന്നത്. അവരുടനെ മറുപടിക്കായി വരും. ഉത്തരം ശരിയാണെങ്കിലും അല്ലെങ്കിലും ഉടനെ പറഞ്ഞേ പറ്റൂ. രത്നാകർ തനിക്ക് നേരെ വച്ചു നീട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കടന്നു വരാൻ വിധിയില്ലാത്ത സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കുവാനാണ് താൻ ഒരുങ്ങുന്നത്. മകളെ തനിക്ക് നിർബന്ധിക്കുവാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഭാര്യ നന്നായി നോക്കുന്നുണ്ട്. അവർക്കറിയാം ഭർത്താവിൻ്റെ വികാരങ്ങൾ. തൻ്റെ മനസ്സിലും അത്തരം ചിന്തകൾ കൊണ്ട് കലുഷമാണ്. തൻ്റെ ജീവിതം എങ്ങനെയോ ആവട്ടെ, പക്ഷേ കൺമണിയെ കാണുമ്പോൾ ആണ് ചങ്കിൽ തീ പെരുകുന്നത്. ഏറ്റവും ഇളയവൾ, ഏറ്റവും ചെറുപ്പം. ജീവിതം ഇനിയും എത്രയോ ബാക്കി കിടക്കുന്നു. അവൾ ജീവിതകാലം മുഴുവൻ അനങ്ങാതെ കിടന്നു കഴിച്ചു കൂട്ടാൻ വിധിക്കപ്പെട്ടതല്ല. അവരുടെ മനസ്സും സ്വപ്നം കണ്ടു നല്ലൊരു വീട്, സന്തോഷത്തോടെ ഓടി നടക്കുന്ന കൺമണി, പട്ടിണിയില്ലാത്ത ജീവിതം, ഇളയ 2 പെൺകുട്ടികളുടെയും കല്യാണം, അങ്ങനെ പലതും. അവിടെ നർമ്മദ ജീവിതം ബലി നൽകണമായിരുന്നു. അല്ലാതെ പഴനിസ്വാമിയുടെയും ഭാര്യയുടെയും സ്വപ്നങ്ങൾക്ക് ചിറകു വയ്ക്കുകയില്ല. നർമ്മദ കഞ്ഞി വിളമ്പുമ്പോൾ അദ്ദേഹം കണ്ണീരൊപ്പി. നർമ്മദയ്ക്ക് അത് കണ്ടപ്പോൾ കൺമണിയുടെ കാര്യം ഓർത്തിട്ടാണെന്നാണ് കരുതിയത്. അവളുടെ മുഖത്തേക്ക് ഇടയ്ക്കിടെ നോക്കുന്ന അമ്മയെ അവൾ ശ്രദ്ധിച്ചു.
അമ്മയുടെ മുഖം കണ്ടപ്പോൾ എന്തോ പറയാൻ ഭാവിക്കുന്നത് പോലെയും അതേസമയം മനപ്രയാസവും ഉള്ളതായി അവൾക്ക് തോന്നി. എന്താണ് രണ്ടുപേർക്കും? വിഷമിക്കാണ്ടിരിക്കേ, തുറക്കാത്ത വാതിൽ തുറക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പനെ അത് കേട്ടപ്പോൾ വിഷയം അവതരിപ്പിക്കുവാനുള്ള ഇടകിട്ടിയ പോലെ ആയിരുന്നു. ഒരു വാതിൽ തുറന്നിട്ടുണ്ട് മോളെ, പക്ഷെങ്കിൽ അത് ശരിയാവില്ല. അത് ഏത് വഴിയാപ്പാ പറ, എന്താ ശരിയാവാത്തത്? കാര്യം ഇനി വളച്ചു കെട്ടാതെ പറയും, അവൾ അതറിയണ്ടല്ലേ. നർമ്മദ അമ്മ പറഞ്ഞത് കേട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇന്ന് രത്നാകർ അങ്ങുന്നൂരും ശിങ്കിടി ഭദ്രനും ഇവിടെ വന്നിരുന്നു. അവരോ? ഞാൻ വേലയ്ക്ക് പോയാണല്ലോ, പിന്നെന്താ? നർമ്മദ ആലോചിച്ചു നിന്നു. ഇത് വേലയും കൂലിയും പറയാനല്ല, പിന്നെ അത് പിന്നെ പഴനിസ്വാമിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇപ്പോഴും മടിയുള്ള പോലെയാണ്. എന്താ പറ, എന്തിനാ അവർ വന്നത്? അങ്ങേര് പിന്നെയും കല്യാണം കഴിക്കാൻ പോണ വിവരം നീ അറിഞ്ഞതല്ലേ? അതെ. അതേതോ ആ ചെല്ലമ്മാളുടെ പ്രയോജനമോ മറ്റോ എന്തോന്നല്ലേ? എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഓരോ വട്ടത്തിലപ്പ. വട്ടോ ശരിയാണോ എന്നറിയില്ല. അങ്ങേര് പെണ്ണ് തിരക്കി നടക്കുക നാട് നീളെ. ഒടുക്കം തിരക്കി ഇങ്ങോട്ട് വരെ എത്തി. ഇവിടെ എന്താണ്? നർമ്മദയ്ക്ക് എന്തൊക്കെയോ മടുത്തു. പഴനിസ്വാമി ഇനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. അയാൾ എല്ലാം തുറന്ന് പറയാൻ തുടങ്ങി. ത്രയം എന്ന തുടർക്കഥയുടെ 16-ാം ഭാഗം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ത്രയത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.